ഇന്നുള്ളത് നിലമ്പൂരിലാണ്. നിലമ്പൂർ അയ്യർപൊയിൽ. ഇന്നത്തെ വിഷയം എന്താണെന്ന് ഈ ഫ്ലക്സ് തന്നെ പറയുന്നുണ്ട്. നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ബൈപ്പാസ് കൂട്ടായ്മയുടെ നിരാഹാര സമരം. ഈ ഒരു വിഷയം നമ്മൾ ആദ്യമായിട്ടല്ല ഞാനിവിടെ ഇവിടെ ചോദിക്കാനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇതേ വിഷയം നമ്മൾ ഒരിക്കൽ ഇവരുടെ തന്നെ അഭിപ്രായങ്ങൾ, ഇവരുടെ തന്നെ വിഷമങ്ങൾ ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അന്ന് നമ്മൾ നടത്തിയ ആ ഇടപെടലിനെ തുടർന്ന് ഇവരുടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അതായത് 30 വർഷത്തിന് മുമ്പ് ഈ ഒരു മേഖലയിലൂടെ ഒരു ബൈപ്പാസിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. ബൈപ്പാസിന് നോട്ടിഫിക്കേഷൻ വന്നതോടെ കുറേ പ്രദേശങ്ങൾ, വീടുകളും സ്ഥലങ്ങളുമൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കീഴിലായി. ആ സ്ഥലങ്ങൾ ഔദ്യോഗികമായിട്ട് സർക്കാർ ഏറ്റെടുത്തു. പക്ഷേ ആ സ്ഥലത്തിൻ്റെ ഉടമകൾക്ക് പണം ലഭിച്ചില്ല. വർഷങ്ങൾക്കിപ്പുറവും ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം എവിടെയും എത്താതെ കിടക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും വർഷമായിട്ട് ഈ പ്രദേശവസ്തു താമസിക്കുന്നവർക്ക് അവരുടെ വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്താനാകുന്നില്ല, അവരുടെ സ്ഥലത്ത് വീട് നിർമ്മിക്കാനാകുന്നില്ല, അവരുടെ വീടിൻ്റെ ആധാരം പണയം വെച്ച് ബാങ്കിൽ നിന്നും പണയം വായ്പ എടുക്കാനാകുന്നില്ല, അവരുടെ കുട്ടികളുടെ വിവാഹം നടക്കുന്നില്ല, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കുന്നില്ല. അത്തരത്തിൽ നിയമത്തിൻ്റെ കണ്ണിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം, എന്നാൽ അവർക്ക് ഈ സ്ഥലം ഏറ്റെടുത്തതിൻ്റെ ഒരാനുകൂല്യവും ഒരു സാമ്പത്തിക സഹായവും ഒന്നും ലഭിക്കുന്നുമില്ല. വർഷങ്ങൾക്കിപ്പുറവും ഈ ബൈപ്പാസ് നിർമ്മാണം എവിടെയും എത്തിയിട്ടുമില്ല. കേരളത്തിൽ മറ്റെവിടെയും കേട്ടുകേൾവില്ലാത്ത പ്രതിസന്ധിയാണ് ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഇനി എന്താണ് അവരുടെ പ്രക്ഷോഭത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ അടുത്ത പടി എന്നുള്ളത്. ഇത് വർഷങ്ങളുടെ ഒരു ചരിത്രമുണ്ട് നിങ്ങളുടെ ഈ പ്രശ്നത്തിന്. തുടക്കം മുതലുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് ചുരുക്കി പറഞ്ഞു. അതെ, വർഷങ്ങൾക്ക് 31 കൊല്ലത്തിന് മുൻപ് നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തതാണ്. OCK പടി മുതൽ വെളിയന്തോട് വരെ 6 കിലോമീറ്റർ ദൂരമാണ് അതിനുള്ളത്. അത് 3 വർഷത്തിന് മുൻപ് 2 കിലോമീറ്റർ ദൂരം ഏറ്റെടുത്തു, അതിൻ്റെ പണം കൊടുത്തു. ബാക്കിയുള്ള 4 കിലോമീറ്ററിൽ 47 വീടുകൾ പോകുന്നുണ്ട്. ആ വീടുകൾ 31 കൊല്ലമായി മെയിൻ്റനൻസ് ഇല്ലാതെ ജീർണാവസ്ഥയിൽ കിടക്കുന്ന വീടുകളാണ്. അതിനകത്ത് താമസിക്കാനോ ആ ടോയ്ലറ്റ് ഉപയോഗിക്കാനോ കഴിയാതെ ഭാരപ്പെടുന്ന വീട്ടുകാരാണ്. അത് 4 സെൻറ്റ്, 5 സെൻറ്റ്, 10 സെൻറ്റിന് ഉള്ളിലുള്ള വീടുകളത്. അവർക്കതിൽ കിടക്കുവാനോ അത് മെയിൻ്റനൻസ് ചെയ്യുവാനോ ആ വീട് അല്ലെങ്കിൽ ആ സ്ഥലം ഒന്ന് പണയം വെച്ച് 10,000 രൂപ ലോൺ എടുക്കുവാനോ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ പോയി കാണുകയും മുഖ്യമന്ത്രി അതിന് വേണ്ട തീരുമാനം എടുക്കാമെന്ന് ഞങ്ങളോട് പറയുകയും ഒക്കെ ചെയ്തെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് ഞങ്ങൾ കേൾക്കുന്നതല്ലാതെ ഇതുവരെ അതിൻ്റെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ നിരാഹാര സമരമായി PWD ഓഫീസിൻ്റെ മുമ്പിൽ കൂടുവാനായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ജനങ്ങളെല്ലാം ഒരുങ്ങി നിൽക്കുന്നു. ഇതിനൊരു തീരുമാനത്തിൽ എത്തണമെന്ന് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ എല്ലാ മുക്കും മൂലയിലും വികസനം എത്തുന്നുണ്ട്. നിലമ്പൂർ മാത്രം ഈ ബൈപ്പാസിൻ്റെ കാര്യത്തിൽ മാത്രം ഉദാസീനത കാണിക്കുന്നു. ഇതിനെന്തോ ഒരു തടസ്സമുണ്ട്. ആ തടസ്സം എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ തടസ്സം മാറ്റിത്തരണമെന്ന് വളരെ വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയം അത് കാലങ്ങളായിട്ട് ഇവിടുത്തെ ഉന്നയിക്കുന്നൊരു വിഷയം. എന്താണ് ഇതിൻ്റെ 31 വർഷമായിട്ട് ഇതിൻ്റെ ഒരു തടസ്സമാണ്? എവിടെയാണിത് ഈ ഒരു പദ്ധതി വിട്ടിലായി കിടക്കുന്നത്? എവിടെയാണെന്നുള്ളത് സത്യത്തിൽ ഞങ്ങൾക്കും അറിയില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് വേലിക്കുട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കാലത്ത് 91 വന്ന സംഭവമാണ്. അന്ന് 8 മീറ്റർ ആയിരുന്നു. ഞങ്ങളടുത്ത് പോയപ്പോൾ 8 മീറ്ററാണെന്ന് പറഞ്ഞു. പിന്നെ അത് വന്ന് 30 മീറ്റർ, 30, 20, 30 അവിടെയൊക്കെ 40. ഞങ്ങളിപ്പോൾ അതുകൊണ്ട് കുടുങ്ങിക്കണെന്താണോ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീടുകളൊക്കെ പൊളിഞ്ഞാടാനുള്ള തീരുമാനമില്ല. ഒരുമാതിരി വീടൊക്കെ ടെറസുകളൊക്കെ പഴയ ഓട് വരെ ഏതൊന്നും കനല്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ പിടിച്ചൊക്കെയുണ്ട്. ഇപ്പോൾ ബാങ്ക് കൊണ്ടായാലും ബാങ്കുകാർ എടുക്കില്ല, വിൽക്കാൻ പറ്റില്ല, ഒരു പണി എടുക്കാം. പിന്നെ പഞ്ചായത്തിന് 10 പൈസ ഒരു വീട് പണിക്ക് വെച്ചാൽ ഞങ്ങൾക്ക് തരൂല്ല. എന്നാൽ ആ ബൈപ്പാസ് പോകണില്ല എന്ന് പറയണം അവർ. ബൈപ്പാസ് പോകണമെങ്കിൽ ഞങ്ങൾക്ക് കിട്ടില്ല. 10 പൈസ ഞങ്ങൾക്ക് ഒരു വീട് പണിക്ക് മറ്റേ 25,000 30 അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പോയിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിനെ പോയി കണ്ടു. അവിടുന്ന് ശരിയായിക്കണമെന്നൊക്കെ പറഞ്ഞ് ശരിയാക്കാമെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇപ്പോൾ PWD ഓഫീസിൽ പോയി ഞങ്ങൾ വന്ന് ചെന്നപ്പോൾ ഞങ്ങളെ കിട്ടിയാടി നിങ്ങൾ കടലാസ് കൊടുക്കൂലെന്ന് തന്നെ പോലും പറഞ്ഞു. കടലാസൊന്നും കൊടുക്കൂല, എന്താ നിങ്ങൾ മണ്ടേ ചെയ്തുകൂടിയാണ്.
ഇങ്ങനെയൊക്കെ ഓല് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇത് കണ്ണീര് കുടിച്ച് 10-35 കൊല്ലത്തിൻ്റെ അടുത്തായിപ്പോൾ ഒരു തലമുറ ഇത് മരിച്ചു പിരിഞ്ഞു പോയി. ഇനിയിപ്പോൾ അവരെ മക്കളെ ഞങ്ങളും മരിച്ചു പിരിയാണ്. ഞങ്ങളെ മക്കളും കിട്ടൂലത്. ആർക്കും കിട്ടുന്നില്ല. ഓൽക്കും പറയാൻ കിട്ടും, ഞങ്ങൾക്കും പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പറ്റേ എല്ലാവരും ഒരു ഭയങ്കര പ്രശ്നത്തിലാണ് നടക്കുന്നത്. 30 വർഷം എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യന്റെ വലിയ ഒരു ഭാഗമാണ്. നമുക്ക് ഇവിടുത്തെ സ്ത്രീകൾ ഇവരൊക്കെ കാലങ്ങളായിട്ട് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നവരാണ്. പല പ്രതിഷേധങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നവരാണ്. അതാ നിങ്ങളെ വിഷമങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിന്റെ പലവട്ടം നിങ്ങൾ പറഞ്ഞതുമാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ? ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. 30 വർഷക്കാലമായിട്ട് ഇങ്ങനെ കിടക്കുക തന്നെയാണ്. ഞങ്ങൾ പല തിരുവനന്തപുരത്ത് പോയി. അവിടുന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ശരിയാക്കി തരാം, പെട്ടെന്ന് ശരിയാവും, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ചെന്ന് ഓരോ ഓഫീസിൽ കയറി ഇറങ്ങുമ്പോഴും 1 മാസം കഴിയട്ടെ, പേപ്പർ വർക്ക് നീളുന്നുണ്ട്, 1 മാസം കഴിയട്ടെ, അടുത്ത മാസം കൊണ്ട് ശരിയാവും എന്ന് പറയാണ്. ഞങ്ങൾ കയറി ഇറങ്ങുമ്പോഴൊക്കെ അവര് ശരിയാവും പറഞ്ഞു. ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും ശരിയായിട്ടില്ല. ഒരു വീട് ഒന്നും ചെയ്യാനും കഴിയണില്ല. അപ്പൊ ഇനി ഈ നിരാഹാര സമരം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. വീടിന്റെ അവസ്ഥ എന്താ താത്ത? ഞങ്ങളെ വീട് പൊളിഞ്ഞ് കേടാനയക്കണ്, ഒക്കെ പൊളിഞ്ഞ് എല്ലാം ഇതായിക്കണ്. ആ മുന്നൊക്കെ ആകെ പൊളിഞ്ഞ് എല്ലാം ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഒന്നുകിൽ ഞങ്ങൾക്ക് ഇത് വരിക, അല്ലെങ്കിൽ ഞങ്ങളെ ഇതിന്ന് ഒഴിവാക്കി തരാം. അതുള്ളൂ ഞങ്ങൾക്കത് ഒഴിവാക്കി തന്നാൽ മതി. അത് ഗവൺമെന്റിന് ഇതിന് സാധിക്കണമെന്നില്ലെങ്കിൽ ഓൽക്കത് ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ ഒന്നുകിൽ ഞങ്ങളെ ഇതിന്ന് പിരിച്ചുവിടുക, അല്ലെങ്കിൽ ഞങ്ങളെ പിന്നെ പൈസ തന്ന് പിരിച്ചുവിടുക, പിരിച്ചുവിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഈ ബൈപ്പാസിന്റെ ഇതിൽ തന്നെ ഞങ്ങളെ ഒഴിവാക്കി തരാം. അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഇത് വെറുതെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. 30 വർഷമായിട്ട് കിടക്കല്ലേ? കട ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 സെന്റ് 5 സെന്റ് വിൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ പറഞ്ഞു, മുനിസിപ്പാലിറ്റി ചെന്നപ്പോൾ പറഞ്ഞു അത് വിൽക്കാനും സമ്മതിക്കൂല, അത് ഞങ്ങൾ പിന്നെ ബൈപ്പാസിന് ഇട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുറച്ച് വിഷമത്തിലേക്കായിരുന്നു. ഒക്കെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. പക്ഷേ ഞങ്ങൾ ഇതാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളുടെ സ്ഥലം, അതായത് നമ്മൾക്ക് സ്ഥലമുണ്ടോ, ഉപയോഗിക്കാൻ പറ്റും, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതില് ഇപ്പൊ നിങ്ങൾ നേരത്തെ നമ്മൾ സംസാരിച്ച പറഞ്ഞു നിങ്ങൾ ഊണ് കഴിക്കാൻ നിൽക്കണ നേരത്താണ് അല്ലെ? 30 ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പം ലഞ്ചിന് വേണ്ടി വീട്ടിൽ വന്നുകൊണ്ട് ഈ പറഞ്ഞ ആ സമയത്താണ് എൻ്റെ വീടിൻ്റെ പകുതിയിലേറെ പോകുന്നത്. ഫസ്റ്റൊക്കെ പോകുന്നത് നമ്മളെ വീടിൻ്റെ സ്ഥലം മാത്രമേ പോരുന്നുള്ളൂ. അന്ന് ഞാൻ ഈ പറഞ്ഞ സത്യം ചോറ് കയ്യിൽ വായിൽ വെച്ചിട്ട് തുള്ളി ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് കാലത്തിന് ചെറിയ എമൗണ്ട് പോരപ്പോൾ വലിയ എമൗണ്ട് വരും. ആരും കൈവായ്പ തരില്ല. വലിയ എമൗണ്ട് ഒക്കെ കുട്ടികളൊക്കെ UK-ലും അങ്ങനെയൊക്കെ പഠിക്കണത്. ഇതിനൊക്കെ വലിയ എമൗണ്ട് വേണമെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെടണം. ഇപ്പം ഇങ്ങനത്തെ അത്ര വലിയ എമൗണ്ടുകൾ കണ്ടുപിടിക്കാനും ഇതിനൊന്നും ഇപ്പം ആർക്കും കഴിയാത്തൊരവസ്ഥയായി. കുട്ടികളൊക്കെ ഉയർന്ന വിദ്യാഭ്യാസമാണെന്നുള്ള ചിന്താഗതിയിലുള്ള ആൾക്കാരും എല്ലാവരും ഇന്ത്യ വിട്ട് പുറത്തു പോയി കണ്ട് വിദ്യാഭ്യാസം നേടണം എന്നുള്ള ആഗ്രഹക്കാരാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിയില്ല. പിന്നെ ഇതിൽ വേറെ ഒന്നും, ഞങ്ങൾ 100% തയ്യാറാണ് ഞങ്ങളെ സ്ഥലം വിട്ടുകൊടുക്കാൻ. ഇത് ഈ നിലമ്പൂരിൻ്റെ ഗതാഗത കുരുക്ക് തീരണമെന്നാണ് ഞങ്ങളെ ഏറ്റവും അതിയായ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹവും നടക്കുന്നില്ല. ഞങ്ങളെ എന്നും ഒരു കടക്കണിയിൽ ഒരു തീരാ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ പറ്റാത്ത രീതിയിൽ ആക്കിയ സർക്കാരുകളുടെ എല്ലാ സർക്കാരുകളും ഞങ്ങളാക്കിയിട്ടുണ്ട്. ഒരാളും കൂട്ടുമല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥ ഇടപെടില്ല. ശരിക്കും ഇതൊരു നിലമ്പൂരിൻ്റെ ജനകീയ പ്രക്ഷോഭമായി തീരേണ്ട ഒരു സംഭവമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇതിൽ ആരും ഒരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റാൻ മുൻകൈ എടുക്കുന്നില്ല. ഇതിൽ ഈ ഇരകൾ മാത്രം, അഥവാ നഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ബുദ്ധിമുട്ട് എത്തരുന്നില്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ബൈപ്പാസ് വരണം, ഞങ്ങൾക്ക് ഗതാഗതം സുഖമാവണം, ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കോഴിക്കോട് പോകണം, അല്ലെങ്കിൽ പെരിന്തൽമണ്ണ പോകണം. ഇതിലൂടെ ആംബുലൻസ് വരെ വളരെ വേഗത്തിൽ പോകാൻ പറ്റാത്ത അവസരം നിലമ്പൂർ മെയിൻ റോഡിനുള്ളത്. ആ ഗതാഗതത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അത്ര ആഗ്രഹങ്ങളൊന്നും എനിക്കിപ്പോൾ മിഡിൽ ഏജ് കഴിഞ്ഞു. എൻ്റെ ചെറുപ്പത്തിൽ 10-ാം വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ കാര്യം. ഇനി എൻ്റെ കുട്ടികളൊക്കെ കാണുമായിരിക്കും അങ്ങനെ അങ്ങനെ പ്രതീക്ഷ. അതെ ഞങ്ങൾ ഇതിന് 100% തയ്യാറാണ് എല്ലാവരും. ആദ്യഘട്ടത്തിലൊക്കെ ഞങ്ങൾക്കൊരു ദുഃഖം ഉണ്ടായിരുന്നു. കാരണം ഈ വീട് വിട്ടിരിക്കുമ്പോൾ അന്ന് ഫസ്റ്റ്, കാരണം ഇവിടെ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അഥവാ ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു പണം വന്നതിന് ശേഷം ഞങ്ങളൊക്കെ വീടുകളൊക്കെ ഡെവലപ്പായി. ഇതൊക്കെ ഒരു 10-20-30 കൊല്ലം മുമ്പ് ആ സമയത്തുണ്ടായ വീടുകളാണ്, സ്വപ്ന വീടുകളാണ്. ഒക്കെ ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ സ്വപ്നങ്ങൾ. ആദ്യം ഇവിടെ മുഴുവനും ഓലപ്പുരകളായിരുന്നു. എൻ്റെ തറവാടൊക്കെ ഞങ്ങളൊക്കെ ഓലപ്പുരയിൽ താമസിച്ചിട്ടുണ്ട്. പിന്നെ ഓടിലേക്ക് മാറി. ആ സ്വപ്ന വീടുകളാണ് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കണ്ണീരായത് ഞങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക സ്ഥിതി, അഥവാ 3 നേരം മഞ്ഞ് കഴിക്കാൻ ജീവിച്ചു പോകാൻ കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക സ്ഥിതി എത്തിയപ്പോഴാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നത്.
അതെ. ഇതില് ഇപ്പൊ നിങ്ങള് ഈ ഒരു ആദ്യം നമ്മൾ MLA യോടൊക്കെ സംസാരിച്ച സമയത്ത് ഇവിടെ എന്തോ 110 kV ഹെവി ലൈന് പോകുന്നതിന്റെ ഒരു പ്രശ്നമൊക്കെയാണ്. അതൊക്കെ ഇപ്പൊ പരിഹരിച്ചു. അത് പരിഹരിച്ചിട്ടുണ്ട്. അതിന് 1,000 കോടി രൂപ ഗവൺമെന്റ് അതിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അറിവില്ല. ഇത്ര ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അതിന് അറിയാൻ നിങ്ങൾ നേരിടുന്ന വേറെ പ്രതിസന്ധി ഉണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടപ്പോൾ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ആദ്യം സംസാരിച്ചത് MLA യോടായിരുന്നു. നിങ്ങൾക്ക് MLA ഇല്ലാത്തൊരു സാഹചര്യം കൂടിയാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി നിങ്ങൾ? ഇപ്പം ഞങ്ങളായിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇറങ്ങി. MLA ഒന്നുമില്ല. ഇപ്പം ആരും കൂട്ടായി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. കൂട്ടായ്മയായിട്ട് ഉദ്യോഗസ്ഥന്മാരില്ലാതെ എല്ലാവരും ഞങ്ങൾ പോയിങ്ങാണ്ട് ഇങ്ങനെ പോയിങ്ങാണ്ട് അവരെ കാണുക. അവരും പറയും ഞങ്ങൾ പോയി. എന്താണ് മുൻ MLA ഇപ്പോഴത്തെ മുൻ MLA ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശരിയാക്കുന്നില്ലാണ്. ഓനാന്ന് ഞങ്ങൾ അയാളെ കൊണ്ടേത് മുഖ്യമന്ത്രി കൊണ്ടേതൊക്കെ ആളാണ്. പക്ഷെ പിന്നെ അവിടെ വെച്ച് പിന്നെ അയാൾ പോയി. പിന്നെ അവിടെ പോയിന്നില്ല. മൂപ്പർക്ക് ഞാൻ പറയും ഇപ്പം MLA അല്ല മൂപ്പര്. പിന്നെ മൂപ്പർക്ക് അയാളത്ത് പോയിട്ട് പാർട്ടിക്കാർ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാക്കാൻ എല്ലാ പാർട്ടിക്കാരും ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരും ഞങ്ങൾ പോയിട്ടുണ്ടാവും. എല്ലാ പാർട്ടിക്കാരും ഓല് ശരിയാക്കാൻ പറയും, നമ്മൾ ശരിയാക്കും. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ഞങ്ങളുടെ. ചേട്ടൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് നിങ്ങളെ ഇവിടുത്തെ ഈ കാർഷിക വിളകളുടെതൊക്കെ കാർഷിക വിളകൾ പറഞ്ഞാൽ നമുക്ക് നമ്മളെ മനസ്സ് എല്ലാം മരവിപ്പിക്കല്ലേ. അവരൊരു ഇതിനോട് വരും, ഒന്നായിട്ട് ഉദ്യോഗസ്ഥന്മാർ വരും, എന്നിട്ട് പറയും നാളെ മറ്റന്നാൾ നിങ്ങൾ ഇത് തീരും എന്ന് പറയും. അളവും കാര്യം പോകും. പിന്നീട് നമ്മൾ കൃഷി ഇതൊന്നും നോക്കൂല, എല്ലാം ഉണങ്ങി പോകും. ഒരുപാട് അതെ, വീട് മെയിൻ്റെനൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതാണ് സംഭവം. ഇവർ നാളെ മറ്റന്നാൾ പൊളിക്കൽ വീടിന് എന്തിനാ നമ്മൾ കായ് ചെലവാക്കണം എന്നുള്ളതിൽ നമ്മൾ ചെലവാക്കൂല. അങ്ങനെ അത് പൊളിഞ്ഞു കാടും. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതാക്കണം, ആ വീട് തന്നെ നിങ്ങൾക്ക് കാണാം. നിങ്ങളെ മുന്നിൽ തന്നെ ആക്കണ ഒരു വീട് താമസം ഒഴിവായി പോയി. കാരണം ഇതിന് കായ് ചെലവാക്കിയിട്ട് ഇവർ നാളെ മറ്റന്നാൾ വരും എന്ന് പറഞ്ഞാണ് ഇവര് പോവുക. പിന്നീട് വരൂല. അതന്നെ ഇതിന്റെ ഇത്. ഇനിയിപ്പോ ഇലക്ഷൻ ആകുമ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വരും. അത് ഏത് പാർട്ടി ആയാലും ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ വന്നുകാണ്ട് നമ്മളെ തൊടു കൂടെ നടന്ന് ഇറങ്ങി പോകും. അല്ലാതെ ഇതിനൊരു പരിഹാരം ഇതുവരെ കാണുന്നില്ല. ഇപ്പൊ നമ്മൾ ആയുസ് കഴിഞ്ഞു. ഇനി അടുത്ത ആയുസിന് ഇത് നടക്കുമെന്ന് ആർക്കറിയാം. ഫസ്റ്റ് സർവേക്കൊക്കെ വരുന്ന ടൈമിൽ 100ഓളം കവുങ്ങും 40ഓളം തെങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ 4 തെങ്ങ് എണ്ണിയാ കിട്ടും. ഒക്കെ പോയി. നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ, ബൈപ്പാസ് വരല്ലേ, അതുകൊണ്ട് എല്ലാം നശിച്ചു പോയി. മെനക്കെട്ടിട്ട് വളമിട്ടിട്ട് കാര്യമില്ലല്ലോ. ബൈപ്പാസ് വരും, ഇന്ന് വരും നാളെ വരും പറയല്ലേ, ഒക്കെ അങ്ങനെ നശിച്ചു പോയി. ഇപ്പൊ 4 തെങ്ങുണ്ടാടെ, കവുങ്ങളൊക്കെ ഉണങ്ങിപ്പോയി. ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കാൻ പറ്റാതെ വേറെ വീട് വീട് പൊളിഞ്ഞു പോയിട്ട് ഇപ്പൊ ഒരു വാടക താമസിക്കണം. സ്വന്തം കയ്യിൽ നിന്ന് ഒരു സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് വാടക ഇപ്പൊ പാർക്കണം. ആ വീടിന്റെ ഇത് വാർപ്പുകൾ പൊളിഞ്ഞടി. അതേമാതിരി ഇവരെ വീട് മഴക്കാലത്ത് ഡെക്കറേഷൻകാർ വന്ന് പന്തൽ കെട്ടി കൊടുക്കലാണ്. വെള്ളം ഉള്ളിലേക്ക് വന്നിട്ട് ആ നിൽക്കുന്ന താത്താന്റെ വീട് ഡെക്കറേഷനിൽ അതിന് വാടക ഓര് കൊടുക്കാണ്. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലാണ്. 2,000-3,000 വോട്ട് എന്തായാലും ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കും. ഞങ്ങൾ നോട്ടീസ് അടിച്ചിട്ട് മൊത്തം അതൊക്കെ ജയിച്ചാലും കണക്കന്നല്ല, ആര് ജയിച്ചാലും അപ്പൊ ജയിക്കണ്ട. ഒരു പരിഹാരം തീർക്കാൻ പറ്റും. മന്ത്രിയാവണ്ട. ഞങ്ങൾ വോട്ട് ഇട്ടിട്ട് ആരും മന്ത്രിയാവണ്ട. ഒരു കുട്ടികളും മന്ത്രിയാവണ്ട. ബഹിഷ്കരിക്കും. അതേമാതിരി വോട്ട് ചോദിച്ച് വീട്ടിൽ ആര് വരുന്നു അവർ ആട്ടി വിടും. അതിന് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നേരിടാൻ റെഡിയാണ്. ഇതില് ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണല്ലോ ഈ കുട്ടികളുടെ വിവാഹമൊക്കെ അല്ലേ. നിങ്ങളെ വീട്ടിലൊക്കെ വിവാഹപ്രായത്തിൽ കുട്ടികൾ ബുദ്ധിമുട്ടായിട്ട് ഈ ഒരു പ്രശ്നം കാരണം മാത്രം ഉണ്ടോ? പിന്നെ ഉണ്ട്, കുട്ടികളുണ്ട്, വിവാഹപ്രായത്തിയ കുട്ടികളുണ്ട്. അതുപോലെ കല്യാണം കഴിക്കണേ ഇപ്പോഴത്തെ ഇതിന്റെ എന്താണെന്ന് എല്ലാവർക്കും അറിയണമല്ലേ. അപ്പൊ അതിന് നമ്മളിപ്പോ സാധാരണക്കാര് പറഞ്ഞാല് നമ്മളെ പേരന്റെ ആധാരം വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുക. അപ്പൊ അതിനൊന്നും സഹിക്കൂല. അവിടെ ചെന്നാല് ഇത് ബൈപ്പാസിൽ പോണ വരല്ലേ, അപ്പൊ ഇതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ പിന്നെ കണ്ടിട്ട് വിവാഹം മുടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. കാരണം വീട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വീട് എന്ന് പറയണത് അത് ഇതൊരാണല്ലോ, ഒരു ഭവനം തന്നെയാണല്ലോ വേണമെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ വീട് ഇപ്പൊ ഈ പൊളിഞ്ഞാടാനായ വീട്ടിൽ ആരാണ് വിവാഹം കൊണ്ട് വരിക? അപ്പൊ ചെക്കന്മാര് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു വീട് വേണം. അപ്പൊ ആ വീട് ഇങ്ങനത്തെ വീടുകൾ കാണുമ്പോൾ വിവാഹം ഒഴിഞ്ഞു പോവുകയാണ്. പിന്നെ ഇതിൽ വൃക്കരോഗികളും ക്യാൻസർ രോഗികൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ ബൈപ്പാസ് കൂട്ടായ്മയിൽ കുറേ വീടുകൾ പോണ ആൾക്കാരുണ്ട്. അപ്പൊ അവരും കൊണ്ട് എങ്ങോട്ട് വാടകയ്ക്ക് എങ്ങനെ കൊണ്ടുപോവുക? അപ്പൊ അതൊന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം കൂടിയും ഞങ്ങൾ ആവശ്യങ്ങളാണ്. എന്റെ വീട് ഒരു പ്രാവശ്യം പൊളിഞ്ഞാടിയിട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് പറഞ്ഞ് അതിന് ഫണ്ട് തരാൻ പറ്റൂല, അത് ബൈപ്പാസിന്റെ ഇതിൽപ്പെട്ട വീടാണ്, അതുകൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നാട്ടിലെ ചെക്കന്മാരും മെമ്പറൊക്കെ കൂടിയിട്ടാണ് ഞങ്ങളെ വീട് നന്നാക്കി തന്നത്. ആ അവസ്ഥയിലൊക്കെയാണ് ഇപ്പൊ ഈ ബൈപ്പാസിന്റെ ഇത് ഇങ്ങനെ കിടക്കണത്. അപ്പൊ എത്രയും പെട്ടെന്ന് സീറ്റ് എടുക്കണം ഞങ്ങള്. മഴക്കാലാകുമ്പോ സീറ്റ് ഇടും. പിന്നെ അത് അങ്ങനെ ജീർണിച്ച് അങ്ങനെ ആകും. പിന്നെ അങ്ങനെ തന്നെ കൊല്ലം ഇപ്പൊ 5-8 കൊല്ലമായിട്ട് അങ്ങനെ തന്നെയാണ്. എന്താണ് നിങ്ങൾക്കൊക്കെ ഇതന്നെയാണ് പറയാനുള്ളത്? നിങ്ങളുടെ വിഷമങ്ങൾ? 3 സെന്റ് സ്ഥലം പോകുള്ളൂ. 3 സെന്റ് അല്ലേ? കിണറും തെങ്ങും.
നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റൂല, പേരൊക്കെ പൊളിഞ്ഞാടായിരിക്കും. ഞങ്ങളെ വീടും പിന്നെന്താ ഇതാണ്, പിന്നെ മേലൊക്കെ കേട് നിൽക്കണ ശരിയാക്കാൻ പറ്റും. ഇടിഞ്ഞു വീഴുന്നുണ്ടോ? ഇടിഞ്ഞല്ല, സീറ്റിട്ടൊക്കെ കേട്ടു, പിന്നെ അത് ശരിയാക്കാൻ പറ്റൂല. ഇതാണ് ഞങ്ങളെ വീട്, അതിന്റെ പകുതി പോകും. മോന്റെ അവസ്ഥ എന്താ? വീട് നന്നാക്കാൻ പറ്റില്ല, ഞങ്ങളത് പറ്റ പൊളിഞ്ഞാടാൻ പറ്റണേ. പിന്നെ ഇതാക്കണം ഈ ഓടിട്ട്. ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നന്നാക്കി, അല്ലാതെ പോലെ ഒന്ന് പായേര് വിചാരിച്ചിട്ട് നമുക്ക് തലയിൽ കൂടി പൊളിഞ്ഞാടൂലേ കിടക്കണ്ടേ. അപ്പൊ ഞങ്ങൾക്ക് എനിക്കാണ് സുഖമല്ല. എന്റെ മാപ്പിളാണിച്ച് ബൈപ്പാസ് ഒന്ന് മരിച്ച്, എനിക്കാണിച്ച് ബൈപ്പാസ് ഇതൊക്കെ കുട്ടികൾക്കൊക്കെ സുഖമില്ലാത്ത അഭ്യർത്ഥന്മാരാ. ആരോട് പോയി പറയുന്നതൊക്കെ. പിന്നെ നമ്മൾ പത്താടിന് പിന്നെ നമ്മൾ പേരല്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെ പോകാൻ, നമുക്ക് എടുക്കും പോകാൻ പറ്റില്ല. അപ്പൊ അത്ര ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. നമ്മൾക്കും അതന്നെയാണ്. വീട് ഇപ്പൊ മാറ്റി കെട്ടണമെങ്കിലോ ഒന്നിനും പറ്റണില്ലല്ലോ. നമുക്ക് വീട് നന്നാക്കി ഒന്ന് പുതുക്കി പണിയാനും കൂടിയും പറ്റാത്തൊരവസ്ഥയാണ് നമുക്കിപ്പോ. ഞാൻ പറയാ ഒരു 15 വർഷമായി ഒരു അടുക്കള ഭാഗം എടുത്തു. അന്ന് ഇപ്പൊ 3-4 പ്രാവശ്യം ഓലാണ് വന്നു. അത് അന്ന് പുറം ഭാഗം തേക്കാതെ ഇട്ട വീടാണ്. ഇന്നും അത് പുറം ഭാഗം തേച്ചിട്ടില്ല. എന്തെങ്കിലും പണിയെടുക്കാൻ പുറപ്പെടുമ്പോ അവരൊരു 3-4 പേര് വരിക. ഞമ്മക്ക് ഇത്രയേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ബൈപ്പാസ് വരിക, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു ഇത് വരിക. ഒരു ബാത്റൂം ഉണ്ടാക്കണമെങ്കിലും ഒന്നിനും നമുക്ക് പുറത്തേക്ക് അതാണ് ഇപ്പൊ ഇത് നിങ്ങൾ പറയുന്ന പോലെ ഇത് ഒന്നുകിൽ വരിക അല്ലെങ്കിൽ ഒഴിവാക്കുക മാത്രമാണ് കാര്യമല്ലോ. ഒഴിവാക്കുന്നെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 31 വർഷമായിട്ട് വീട് മെയിൻ്റനൻസ് ചെയ്യാതെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഗവൺമെന്റ് ഒഴിവായി പോയി കഴിഞ്ഞാൽ ഈ വീടിന്റെ പുനരുദ്ധാരണം എങ്ങനെ നടക്കും? ഇവർക്ക് കഴിയത്തില്ല. കാരണം ഇവര് പാവങ്ങളാണ്, ഇവർക്ക് വേറെ വരുമാനമുള്ളവരല്ല. അന്നത്തെ കാര്യത്തിന് മാത്രം എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നവരാ. അപ്പം നിങ്ങൾ ബൈപ്പാസ് വേണ്ട, ഞങ്ങൾ ഒഴിയുകയാണെന്ന് പറഞ്ഞാൽ ഈ നഷ്ടം കൊടുത്തിട്ട് വേണേൽ ഒഴിയാം. ബൈപ്പാസ് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈ വീട്ടുകാരുടെ കാര്യം എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, 2 പ്രാവശ്യം ഇവിടെ അൻവർ MLA ജയിച്ചത് ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞിട്ടാണ്. ആദ്യത്തെ പ്രാവശ്യം ജയിച്ചു ബൈപ്പാസിന്റെ കാര്യമാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത്. അങ്ങനെ ജയിച്ചു. ആദ്യം ബൈപ്പാസ് അല്പം ചെയ്തു, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് രണ്ടാമത് അൻവറിനെ ജയിപ്പിച്ചത്. അന്ന് ഇവിടെ ഇലക്ഷന് അത് പറഞ്ഞതാണ്, പ്രകടന പത്രികയിൽ ഇന്നതുപോലെ പറഞ്ഞ ഒരു കാര്യമാണ് നിലമ്പൂർ ബൈപ്പാസ് നടപ്പാക്കുമെന്ന്. ഞങ്ങളെ കബളിപ്പിക്കുക ചെയ്തത്. അത് അൻവർ കബളിപ്പിച്ചെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, ഭരണകക്ഷി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം ഞങ്ങൾക്ക് അൻവറും ഇല്ല, MLA ഇല്ല. ഇപ്പം ഞങ്ങളുടെ കാര്യം കേരളത്തിൽ എല്ലാവർക്കും 2 ഇലക്ഷനാണ് ഈ ഒരു വർഷത്തിനകത്ത് വരുന്നത്. ഞങ്ങൾക്ക് 3 ഇലക്ഷനാണ് വരുന്നത്. ഇലക്ഷൻ ബഹിഷ്കരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ ഞങ്ങൾ ബഹിഷ്കരിക്കാൻ ആണ് തീരുമാനം. ഞങ്ങൾ മാത്രമല്ല, നിലമ്പൂർ മണ്ഡലത്തിലെ സകല വീടുകളും കയറി ഇറങ്ങി ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാവരെയും അറിയിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പം നല്ലൊരു ശതമാനം വോട്ട് ബഹിഷ്കരിച്ച് നിൽക്കാനാണ് സാധ്യത. ഇതിപ്പോൾ നിങ്ങളൊരു പ്രതിഷേധം വോട്ട് ബഹിഷ്കരണത്തിലൂടെ പുറത്തു വരുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിഹാരം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങള് ഈ 3 ദിവസത്തെ ഞങ്ങളുടെ നിരാഹാര സമരത്തിൽ തന്നെ അതിനൊരു പരിഹാരം വരുത്തും. ജനകീയ ഒരു ഭരണമാണല്ലോ ഭരിക്കുന്നത്. ഇവിടുത്തെ അത്താഴപ്പട്ടിണിക്കാരനും പണിയില്ലാത്തവന് പണിയും, സ്ഥിരമായി പണിയില്ലാത്തവന് സ്ഥിരമായ പണിയും ഒക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് വന്ന ഒരു പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്. ആ പാർട്ടിയിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ പല പല കാര്യത്തിൽ വന്നപ്പോഴും, പ്രത്യേകിച്ച് നിലമ്പൂർ ബൈപ്പാസിന്റെ കാര്യം ഇങ്ങനെ വന്നപ്പോഴും ഞങ്ങളുടെ വിശ്വാസം പോയോ എന്ന് ചോദിച്ചാൽ പോയിട്ടില്ല. എന്നാൽ ഞങ്ങളിപ്പോൾ സംശയത്തിലാണ് നിൽക്കുന്നത്, നിരാശയിലാണ്. അപ്പം ഞങ്ങളുടെ നിരാശ മാറ്റി തരേണ്ടത് നേതാക്കന്മാരുടെ ആവശ്യമാണ്. അത് ഏത് നേതാക്കന്മാരെന്ന് ഞങ്ങൾ പറയുന്നത്. നേതാക്കന്മാരും പറഞ്ഞു ഇതെല്ലാം ശരിയാക്കും മാത്രമാണ് നമ്മളൊക്കെ ചോദിക്കുമ്പോഴും പറയുന്നത്. ഞങ്ങൾ ഫ്ലെക്സ് വെച്ചവരാ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഈ ഭരണം ഏറ്റെടുത്ത സമയത്ത് LDF വന്നു, എല്ലാം ശരിയാകും എന്നൊരു വാക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് ഞങ്ങൾ വെച്ചതാ. നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടിയിട്ട് അന്ന് 150 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ആ 150 കോടി രൂപ പോയ വഴി തന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഓരോ ബജറ്റിലും നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി 100 വെച്ചു, 50 വെച്ചു, 70 വെച്ചു എന്നൊക്കെ പറയും. ഈ കേരളത്തിൽ ഒരു വലിയ നഷ്ടമാണ് ഈ നിലമ്പൂർ ബൈപ്പാസ്. കാരണം ഈ നിലമ്പൂർ ബൈപ്പാസിന്റെ ആദ്യ സമയം അതിന് 34 കോടി രൂപയായിരുന്നു ഈ 6 കിലോമീറ്ററിന് വേണ്ടിയിട്ടുള്ള തുക. 30 വർഷം മുമ്പ് ഈ വെച്ചിരുന്ന തുക. ഇപ്പൊ ആദ്യം 2 കിലോമീറ്റർ ദൂരം പണിതതിന് ശേഷം 4 കിലോമീറ്ററിന് വേണ്ടി 234 കോടി രൂപയാണ് ഇപ്പോൾ PWD ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ കൊല്ലം കഴിയും തോറും കോടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക.
സാമ്പത്തികം കേരള ബഡ്ജറ്റിൽ ഇല്ല എന്ന് പറയുന്നു. ഈ ഒരൊറ്റ കാരണം പറഞ്ഞാണ് പലതും ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമായിട്ടും പറയുന്നത്. തടസ്സമായി പറയുന്ന അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കേരളത്തിന്റെ എല്ലാ മൂലകളിലും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് വികസനം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നടക്കുന്നുണ്ട്. ഇത് പറയാൻ ആളില്ല. ഇപ്പം നിലമ്പൂര് MLA കൂടെ ഇല്ല, ആവശ്യം പറയാനില്ല. ഉണ്ടായിരുന്ന സമയത്തും പറഞ്ഞത് വാങ്ങിയില്ല. ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞങ്ങൾ ഈ ബൈപ്പാസിന്റെ ഇരകളാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. ഈ ഇരകളെ എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും ഒരു ഇത് സാമ്പത്തികം കൊടുത്തിട്ട് ഇത് ഒഴിവാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബൈപ്പാസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അനുഭവിച്ച ദുരിതത്തിന്റെ ഒരു നഷ്ടപരിഹാരം എന്ന് പറയുന്നത് സ്ഥലം പോകുന്നവർക്ക് കൂടുതൽ നഷ്ടം പോകാനില്ല, പക്ഷേ അതിനകത്തെ ആദായങ്ങൾ പോയി, അതൊരു നഷ്ടം തന്നെയാണ്. വീട് പോകുന്നവർക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. അവരുടെ വീടിന്റെ നഷ്ടം കിട്ടിയേ മതിയാകൂ. അതിന് ഞങ്ങൾ എവിടെ വരെ പോകണോ അവിടെ വരെ പോകും. ഈ 3 ദിവസം ഞങ്ങൾ നിരാഹാര സത്യാഗ്രഹമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നടക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ മരണം വരെ നിരാഹാരത്തിലേക്ക് പോകണ്ടയോ എന്ന് ആലോചനയിലാണ് ഞങ്ങൾ. എന്താണ് ഈ ഒരു പോരാട്ടം അവസാന ഘട്ടം നിങ്ങളെ ഏറ്റവും ക്ഷമയുടെ നെല്ലിപ്പലയിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ പരിപാടി അങ്ങ് തുടങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കേരളത്തിൽ എല്ലായിടത്തും ബൈപ്പാസ് ഉണ്ട്. ഈ നിലമ്പൂർ മാത്രം ബൈപ്പാസ് ഇല്ല. ഇവിടെ കൊണ്ടുവരാൻ ഇതിൽ അധികാരികൾ ശ്രമിക്കുന്നുമില്ല. അത്രേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളെ പിരിച്ചുവിടാനുള്ള കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ മെയിൻ അതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ. കുട്ടികളെ വിദ്യാഭ്യാസം, കല്യാണം, പഠിപ്പിക്കാനുള്ള കുട്ടികൾ, പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഞങ്ങളുടെ വീട്ടുകളിലുണ്ട്. അവർക്ക് പൈസ കെട്ടാൻ 2 ലക്ഷം 3 ലക്ഷം ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. ഒരു മൈൻറ്റൻസ് വർക്കിന് പോലും ₹1 പഞ്ചായത്തിന് പോലും കിട്ടുന്നില്ല. ഒരു ദാർപ്പായ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ MLA ഞങ്ങൾ ദാർപ്പായ്ക്ക് ചോദിച്ചു. ഞങ്ങൾ MLA ദാർപ്പായ അവിടെ നിന്ന് വാങ്ങിത്തരാം, ഇവിടെ തരാം, അവിടെ അതും ഞങ്ങൾ വഞ്ചിച്ചു. ഒരു ദാർപ്പായ പോയി ചോദിച്ചിട്ട് പാർട്ടിക്കാർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ചെന്നു. ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ ഈ പരിപാടിക്ക് ഞങ്ങൾ PWD ഓഫീസിൽ ചെന്നപ്പോൾ PWD ഓഫീസർ ഞങ്ങളെ തട്ടിക്കയറി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഒന്നും ഞങ്ങൾ ചെയ്തു തരില്ല PWD ഓഫീസർ പറഞ്ഞത്. അതിന് ശേഷമാണ് ഞങ്ങൾ ഈ സമരം പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. എന്നാണെങ്കിലും വികസനത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന കേരളത്തിലാണ് 30 വർഷമായിട്ട് ഒരു ബൈപ്പാസിന്റെ മുകളിൽ ഈ ജനത മുഴുവൻ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ MLA പോലുമില്ല. ഇനി ഇവരുടെ ശബ്ദം ഉയർത്തുവാൻ ഇവർ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കുമൊക്കെ ഇവരുടെ സഹനം വഴിമാറുകയാണ്. എന്നാണെങ്കിലും ഇവരുടെ ഈ ഒരു പ്രശ്നം അത് ശാശ്വതമായി പരിഹരിക്കുന്നവരെ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് മാത്രമാണ് നമുക്ക് ഇവരോട് പറയാനുള്ളത്. ഞാനിവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.